മഴ നൂലുകൾക്ക് കനം വെച്ചു തുടങ്ങിയിരുന്നു. ഓർക്കാപ്പുറത്താണ് മാനം കാറു വെച്ച് കറുത്തത്. അല്ലെങ്കിൽ ഈ കൊടുംവേനലിൽ മഴ പെയ്യുമെന്ന് ആര് കരുതി? മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് ശ്യാമ നടന്നു. ഉടുത്തിരുന്ന സാരി ഏതാണ്ട് നനഞ്ഞു തുടങ്ങിയിരുന്നു. വീട്ടിലേക്ക് റോഡില്ലാത്തത് കാരണം നടത്തം തന്നെ ശരണം. ഒരണക്ക ഓണം കയറാമൂല. മനസ്സിൽ ആരെയൊക്കെയോ പ്രാഗിക്കൊണ്ട് നടത്തത്തിൻ്റെ വേഗത കൂട്ടാൻ ശ്രമിച്ചു. ഇല്ല, സാരിയും പാവാടയും തമ്മിൽ പ്രണയബദ്ധരായി കഴിഞ്ഞു. ഇനി വേഗം നടക്കണമെങ്കിൽ സാരി കയറ്റിക്കുത്തുക തന്നെ വേണം. അല്ലെങ്കിൽ ഇവിടെ ആരിയ്ക്കുന്നു കാണാൻ? ഇറത്തിണ്ണയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ സിമൻ്റ് അടർന്ന സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞു പാമ്പ് ഇഴഞ്ഞുപോയി. വാതിൽ തള്ളി തുറന്നവൾ അകത്ത് കയറി. വിജാഗിരിയുടെ തുരുമ്പിച്ച ശബ്ദം വല്ലാതെ അലോസരപ്പെടുത്തി. അകത്തുനിന്നും വടിയൂന്നി അമ്മമ്മ ഇടനാഴിയിലേക്ക് വന്നു. എൻ്റെ അമ്മൂമ്മേ, എന്തിനാ എണീച്ചു വന്നേ? എങ്ങാനും തല ചുറ്റി വീണിരുന്നേൽ ഈ മഴയത്ത് ആശുപത്രിയിൽ പോകാൻ ഞാൻ കഷ്ടപ്പെടേണ്ടി വരും. ബാഗിൽ നിന്ന് അമ്മമ്മയ്ക്കുള്ള മരുന്നവൾ മേശപ്പുറത്ത് വെച്ചു. ജയദേവൻ വിളിച്ചിരുന്ന മോളെ? പിറകിൽ നിന്നും അമ്മമ്മയുടെ ക്ഷീണിച്ച സ്വരം. ഒന്ന് മൂളിയതല്ലാതെ അവൾ വേറൊന്നും പറഞ്ഞില്ല. അമ്മ ആശുപത്രിയിൽ പോകുന്നു പറഞ്ഞിട്ട് പോയിരുന്നോ? അല്ല, എവിടെ അമ്മയെ കണ്ടില്ലല്ലോ. വിഷയം മാറ്റാനെന്നാണ് ശ്യാമ ചോദിച്ചു. ഓ, അവൾ കിടക്കുകയാണ്. നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. ഉടുത്തിരുന്ന സാരി മാറ്റി ഒരു നൈറ്റി ഉടുത്ത് അവൾ അടുക്കളയിലേക്ക് വന്നു. അടുപ്പിൽ നിന്ന് ചൂടുള്ള കാപ്പി 3 ഗ്ലാസ്സുകളിലേക്ക് പകർന്നുകൊണ്ട് അകത്തേക്ക് നടന്നു. പിറകെ അമ്മമ്മയും. അമ്മേ, എണീറ്റ് ഈ കാപ്പി കുടിക്ക്, ഒന്ന് ഉഷാറാവട്ടെ. ഒടിഞ്ഞു കുത്തിയിരിക്കുന്ന അമ്മയുടെ മുടിയിഴകൾ അവൾ മാടിയൊതുക്കി. വെളിച്ചം വറ്റിപ്പോയ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. ജയനെ കണ്ടോ നീ? ചുണ്ടുകൾക്കിടയിലൂടെ കാറ്റുപോലെയാണ് ആ വാക്കുകൾ പുറത്തേക്ക് തെറിച്ചു വീണത്. ഉവ്, ജയേട്ടന അമ്മമ്മയ്ക്ക് മരുന്നൊക്കെ വാങ്ങി തന്നത്. റൂമിലെ മേശ നന്നാക്കുന്ന തിരക്കിൽ അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. നിനക്ക് അവൻ്റെ കൂടെ പോയിക്കൂടെ? നിലത്തൂന്നിയ നോട്ടത്തോടെ അമ്മ ചോദിച്ചു. നിയമോളെയും നന്ദുവിനെയും കാണണ്ടേ നിനക്ക്? അവരെയൊക്കെ ഞാനിന്ന് കണ്ടിരുന്നമ്മേ. ഉച്ചവരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ പോയേ. ഞങ്ങൾക്ക് വേണ്ടി നീ നിൻ്റെ ജീവിതം, നിൻ്റെ മക്കൾക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ കൊതിയുണ്ടാവില്ലേ? അമ്മയുടെ കൺകോണിലൂറിയ നീർത്തുള്ളി നിലത്തു വീണു പിടഞ്ഞമർന്നു. എന്നു വേണേലും കാലൻ വിളിക്കാൻ വരുന്നു കരുതിയിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നീ നിൻ്റെ ജീവിതം പാഴാക്കരുത്. ശ്യാമ അമ്മയുടെ തോളിൽ സ്നേഹത്തോടെ തഴുകി. അമ്മ വിഷമിക്കണ്ട, ഞാൻ എൻ്റെ ജീവിതം തുലച്ചു എന്നുള്ള തോന്നലൊന്നും വേണ്ടാട്ടോ. അവിടെയുള്ളവരൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ പുകമറയ്ക്കുള്ളിലാണിപ്പോഴും. അമ്മയ്ക്കും അമ്മമ്മയ്ക്കുമൊക്കെ ചെറുപ്പത്തിലെ ഈ വൈധവ്യമുണ്ടായത് ഈ കുടുംബത്തിൽ ആണുങ്ങൾ വാഴാഞ്ഞിട്ടത്രേ. ആകെ ഉണ്ടായിരുന്ന ആങ്ങളെ ചെറുക്കനും കൂടി പോയപ്പോൾ അവിടുത്തെ അമ്മയ്ക്ക് പേടി കൂടിയെന്ന്. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത 3 ചുണക്കുട്ടികൾ ജീവിച്ച ഒരു ആർമി കുടുംബമാണിതെന്ന് എല്ലാവരും മറന്നുപോയി. എന്നുവെച്ച് എനിക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഞാനുണ്ടാകുമെന്ന ധൈര്യത്തോടെയാകും അവർ വീരമൃത്യു വരിച്ചിട്ടുണ്ടാവുക. അന്ധവിശ്വാസത്തിൻ്റെ മാറാല നീങ്ങി ജയേട്ടൻ്റെ വീട്ടുകാർ എന്നെങ്കിലും തന്നെ മനസ്സിലാക്കും, അവൾ ആശ്വസിച്ചു. യുദ്ധകളത്തിൽ നാടിനു വേണ്ടി 40-ാം വയസ്സിൽ ജീവൻ കൊടുത്ത അച്ചാച്ചൻ മരിച്ചപ്പോൾ അന്ന് 25 വയസ്സിൽ അച്ഛന് ജോലി കിട്ടി. അമ്മമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അച്ഛനെ പട്ടാളത്തിൽ ജോലിക്ക് വിടാനെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ പക്ഷേ 40 തികയാൻ നിന്നില്ല. അതിനു മുൻപേ അതിർത്തിയിലുണ്ടായ ഒരു തീവ്രവാദി ആക്രമണത്തിൽ വീരസ്വർഗം വരിച്ചു. അന്ന് അനിയൻ പഠിക്കുന്ന പ്രായം. കല്യാണം കഴിഞ്ഞ് ജയേട്ടൻ്റെ വീട്ടിൽ 5ഉം 2ഉം വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്ന കാലത്തായിരുന്നു ഞങ്ങൾക്ക് അച്ഛനെ നഷ്ടപ്പെടുന്നത്. പാരമ്പര്യമായി പട്ടാളവീര്യമുള്ളതുകൊണ്ടാകാം രാജ്യസേവനം തന്നെ അനിയനും തിരഞ്ഞെടുത്തു. പക്ഷേ കാർഗിലിലേക്ക് ജോലിക്ക് പോയ അവൻ പിന്നെ മടങ്ങി വന്നില്ല. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയില്ല. ഇനിയൊരു ദുരന്തം താങ്ങാൻ ശേഷിയില്ലാത്ത 2 അമ്മമാരെ ആശ്വസിപ്പിക്കാൻ അന്ന് വന്നതാണ് താൻ. കുറച്ച് ദിവസം കഴിഞ്ഞ് ജയേട്ടൻ്റെ അമ്മ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി. സ്കൂളുള്ളതല്ലേ, അത് മുടക്കണ്ട എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അവരെ തിരിച്ചു വിളിച്ചപ്പോഴാണ് ജയേട്ടൻ്റെ അച്ഛനും അമ്മയും പറയുന്നത്, നീ വരുന്നുണ്ടെങ്കിൽ പോരെ, കുട്ടികളെ അങ്ങോട്ട് വിടാൻ പറ്റില്ല. 3 ആണുങ്ങളും പോയ ആ വീട്ടിൽ ഇനി നന്ദുവായിരിക്കും അടുത്തത് എന്നാണ് അവരുടെ വാദം. ആ കുഞ്ഞിനെ കൂടി കുരുതി കൊടുക്കാനാവില്ലെന്ന്. അവരുടെ വംശം നിലനിർത്തേണ്ടത് നന്ദുവാണല്ലോ. അവൻ അവിടെ നിൽക്കട്ടെ. ഈ അമ്മമാരുടെ കാലം കഴിയുന്നതുവരെ ഇവർക്ക് താൻ കൂട്ടായിരിക്കും. മനസ്സിലങ്ങനെ ദൃഢമായൊരു പ്രതിജ്ഞ അവൾ നേരത്തെ എടുത്തിരുന്നു.
അവളുടെ ചിന്തകൾ ശരിവെക്കും പോലെ മഴയുടെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചു. സ്വന്തം ജീവൻ കൊടുത്തു രാജ്യം കാത്ത ധീര ജവാന്മാരുടെ ധീരത പകർന്നു കിട്ടിയതുപോലെ.